എല്ലാവർക്കും നമസ്കാരം. ശരിയായ ആഹാരരീതി നല്ലൊരു ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. എപ്പോഴാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത്. നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചു നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? വിശപ്പ് വരുമ്പോൾ മനസ്സിലാക്കാം. ഏമ്പക്കം ശുദ്ധമായി, അതായത് നേരത്തെ കഴിച്ച ഭക്ഷണത്തിന് രുചിയോ മണമോ ഒന്നുമില്ലാത്ത ഒരു ഏമ്പക്കം ഉണ്ടായാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ലൈറ്റ്നെസ് തോന്നുമ്പോഴും നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എത്ര മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത്? ആരോഗ്യവാനായ ഒരു വ്യക്തി ഒരു ഭക്ഷണം കഴിച്ച് 3 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമായിരിക്കണം അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത്. ഇടവേളകളില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് വഴി ദഹന പ്രക്രിയ സ്ലോ ആവുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇനി 6 മണിക്കൂറിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. കാരണം നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങളാണ് ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് ലെയറായ മ്യൂക്കസ് മെംബ്രെയിനിനെ കാർന്നു തിന്നുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരിൽ ആമാശയത്തിൽ അൾസേഴ്സ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ജോലി തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വിശപ്പ് വന്നാലും ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലാണെങ്കിൽ കുറേ കാലം ഇതേ ശീലം കണ്ടിന്യൂ ചെയ്ത് വരുമ്പം ക്ഷീണം തോന്നുകയും ബലക്കുറവ് ഉണ്ടാകുകയും വെയിറ്റ് കുറയുകയും വിവർണത ഉണ്ടാകുകയും അതുപോലെ തന്നെ ബോഡി പെയിൻ ഉണ്ടാകുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ചുള്ള മറ്റ് വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക്